1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒട്ടും താമസിക്കാതെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുക്കുട്ട ചേട്ടാ ആൻഡ് മണിക്കുട്ട. നമസ്കാരം. അപ്പൊ നമുക്ക് ഉഷാറായിട്ട് തുടങ്ങാം. നമ്മളെ കാണാനും കൈയടി വെച്ച് പ്രോത്സാഹിപ്പിക്കാനും പീച്ചി ഡാമിന്നല്ല പീച്ചി ആൾക്കാർ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. നമ്മൾ ഒരിക്കൽ വന്നു പോയവരാണ്, പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വന്ന കേട്ടോ. നല്ല ഉഷാറുള്ളൊരു ഐഡിയാണ്. കിറ്റിനൊക്കെ ഉഷാർ പ്രോത്സാഹനം കൊടുക്കൂലേ, ചിരിക്കൂലേ? ചിരി വന്നാ ആസ്വദിച്ച് മതിമറന്ന് ചിരിച്ചോണം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേളയുടെ ഒരു പഴയ ടീം തിരിച്ചു വരുന്നു. ട്രിപ്ലസ് എന്നാണ് ടീമിന്റെ പേര്. അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് നമ്മൾ ഇവിടെ ടീം ട്രിപ്ലസ് തുടങ്ങിയത് ഇവരാണ്. പിന്നെ കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇപ്പൊ തിരിച്ച് ആ പഴയ ടീം തിരിച്ചു വരുന്നു. അപ്പൊ പഴയ OG ട്രിപ്ലസിനെ വിളിക്കട്ടെ. ശ്യാം, ശെൽവൻ, സൂര്യശ്രീ. ഒരു നല്ല കൈയടി. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ. ഹലോ, ബിന്ദു ചേച്ചി. ഇല്ല, രാവിലെ ഞങ്ങളെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, 4 വർഷമായിട്ട് ഞങ്ങൾ പിണങ്ങിയിരിക്കുക. ശരിയാ. അപ്പൊ ഇന്ന് കോടതി ചെന്നപ്പം വക്കീല് പറഞ്ഞു രണ്ടുപേരോട് ഒന്ന് സംസാരിച്ച് രമ്യത ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങ് ഒരുമിച്ചോളം പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിങ്ങ് പോരുന്നു. സംശയമോ? അതൊക്കെ അന്ന്. ഇനി സംശയത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയാമല്ലോ. ഇല്ല ചേച്ചിയില്ല, കുഴപ്പമില്ല. ശരി ശരി. അതെ, അതെ അന്നേ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു AC വെക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഏകദേശം നമ്മുടെ 27 ഡിഗ്രിക്ക് പുറത്താണ് ഊഷ്മാവിന്റെ അവസ്ഥ. താപനില വളരെ കൂടുതലാണ്. ആര് വിളിച്ചാ? ബിന്ദു ചേച്ചി വിളിച്ച്. ചേച്ചി ഒരു ഉപദേശം തരാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആണല്ലേ? എന്താ ഉപദേശം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ചേട്ടൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുവാണെങ്കിൽ അതൊന്നും ക്ഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമായിരുന്നു. ഈ ചേച്ചി ചേട്ടനെ തേങ്ങക്കെറിഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അത് എന്തായി? അത് വഞ്ചൂർ കോടതിയിൽ അതിപ്പോ കേസ് നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. നമ്മുടെ കാര്യമാണ് അത്യാവശ്യം അല്ലേ അവർക്ക് അറിയാൻ വേണ്ടിട്ട്. അതാണ് അത്യാവശ്യം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഇപ്പൊ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നേ. എന്താണ്? നമ്മുടെ അയലോക്കത്തെ രമേശും ഭാര്യയില്ലേ, വഴക്കുണ്ടായി ഡിവോഴ്സിന്റെ വക്കീലാണെന്ന്. എന്താ പ്രശ്നം? എന്താ? ഈ രമേശിന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ. ഇവൻ ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വിറ്റ് കുറെ വെളിച്ചെണ്ണ വാങ്ങിച്ച് വീട്ടിൽ വെച്ചു പോലും. ഒറ്റ ആഴ്ച കൊണ്ട് ഇവൾ അത് വറുത്തും പൊരിച്ചും എല്ലാം തീർത്ത്. രമേശനെ കുറ്റം പറയാൻ പറ്റില്ല. റബ്ബർ ബന്ധ് കുതിക്കുന്ന ആളൊക്കെ വെളിച്ചെണ്ണയുടെ വില കൂടുന്നേ. ഡിവോഴ്സിന്റെ സാധ്യതകൾ കൂടുതൽ വരുന്നതാണ് കേരളത്തിൽ മൊത്തത്തില്. അതല്ലേ സംഭവം? അപ്പൊ ഈ 4 വർഷം നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നപ്പോഴേ ചേട്ടൻ എന്തോ തോന്നിയേ? എനിക്ക് വേറൊന്നും തോന്നിയില്ല. 4 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ള കാര്യം നാട്ടുകാർക്ക് എല്ലാം അറിയാം. ഇനിയിപ്പോ അത് അറിയാൻ പറ്റൂല. സംസാരം ഉണ്ടാവില്ലല്ലോ എന്റെ. രാജിക്ക് എങ്ങനെയായിരുന്നു 4 വർഷം? എനിക്ക് ചേട്ടാ ഈ 4 മണിക്ക് സ്കൂൾ പിള്ളേരെ സ്കൂൾ വിട്ട് വിടുമ്പോ അവരുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ, അതുപോലായിരുന്നു എനിക്ക് ആ 4 വർഷം. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. 4 വർഷമായിട്ട് നമ്മൾ പിണങ്ങി ജീവിക്കുമായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാനും പാടില്ല. സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം. പ്രോമിസ്? പ്രോമിസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രോമിസ്. ഇത് ആരുടെ നമ്പറാ? ഇതാര നമ്പർ? അതോ? അയ്യോ, അതാ ഗ്യാസുകാരൻ രാവിലെ വന്നപ്പോഴേ തന്നിട്ട് പോയ നമ്പറാ. ആണല്ലേ? അത് നമുക്ക് ആ ഗ്യാസ് ഊരിയങ്ങ് വിട്ടാ പോരെ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യല്ലേ, പിന്നെ എന്തിനാ നമ്പർ? എന്തിനാ? ചേട്ടനറിയാലോ, ഈ 4 വർഷം ഞാനൊരു അന്യ പുരുഷന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ജീവിച്ചത് അറിയാവോ? അറിയാവോ? അങ്ങനെ നോക്കുമ്പോഴെല്ലാം എനിക്ക് ചേട്ടന്റെ മുഖം ഓർമ്മ വരുന്നേ. അല്ല, ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ 4 വർഷം? എങ്ങനെ പോയി? ഞാൻ തോർത്തെടുത്ത് കണ്ണ് കെട്ടി നടക്കുമായിരുന്നു. എനിക്ക് വേറെ ആരെയും കാണണ്ട. എനിക്ക് രാജ്യം മതി. എനിക്ക് രാജ്യം മാത്രം മതി. എനിക്ക് മറ്റൊരുത്തേയും കാണണ്ട. ഒരു സ്ത്രീയെ കാണണ്ട. എനിക്ക് അത്ര ഇഷ്ടമാണ് രാജ്യം. ഒരു സന്തോഷമായെന്നറിയോ? ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ പെണ്ണ് കാണലല്ലേ നടത്തിയിട്ടുള്ളൂ? ഒന്നാ?
ഒന്നേ ഉള്ളൂ. അതല്ലേ രാജി? അതല്ലേ രാജി, അല്ല വേറെ ആരും ഇല്ല. ഇതുപോലെ സന്തോഷമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഇണ പിരിയാതെ നമുക്ക് ജീവിക്കണം. തീർച്ചയായിട്ടും. ഇതിനകത്ത് നമുക്ക് ഒരു തടസ്സവും വരാൻ പാടില്ല ഇനി. അതെ 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 അതെ. ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് പിന്നെ? ഒരു തടസ്സവും വരാതെ നമുക്ക് ഇങ്ങനെ ജീവിക്കണം. നമുക്ക് അതെ അതെ. ചേട്ടാ 4 വർഷം നമ്മൾ പിണങ്ങിയിരുന്നു, ഇപ്പൊ നമ്മൾ ഒരുമിച്ചു. ഇനിയിപ്പോ എന്തായാലും ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ അതിനൊരു തടസ്സവും വരുത്തരുത്. അതിനൊരു തടസ്സമുണ്ട്. ഈ കുഞ്ചുവല്ല തൽക്കാലം എന്നിട്ട് നോക്കട്ടെ ആരാന്ന്. സാറേ നമസ്കാരം. ഞാൻ പ്ലച്ചോ കമ്പനിയിൽ നിന്ന് വരുന്നു. എന്റെ പേര് ദിലീപ്, 32 വയസ്സ്, പുണർന്ന നക്ഷത്രം, 5:05. മാട്രിമോണിയലും വല്ല അപേക്ഷ കൊടുത്തായിരുന്നു ഈ ഗ്യാപ്പില്? അല്ല സാറേ, ഞാൻ പ്ലച്ചോ കമ്പനിയിൽ നിന്ന് വരുന്നത് എന്റെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് സാറേ. നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ അതിനിടയിൽ താങ്കളുടെ ഒരു പ്രോഡക്റ്റ് കാണാനുള്ള ഒരു അവസ്ഥയിലല്ല തൽക്കാലം. അല്ല സാറേ, ഇത് മേടിക്കണമെന്നില്ല സാറേ. സാർ മേടിക്കണമെന്നില്ല. അതായത് എന്റെ പ്രോഡക്റ്റ് കണ്ട് പരിചയപ്പെട്ടാൽ മാത്രം. ഇത് കണ്ട, ത്വക്കുകൾക്ക് വേണ്ടിയുള്ള രോഗങ്ങൾക്കുള്ള സോപ്പാണ്. സോപ്പാണല്ലേ? 550 പരം പച്ചമരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് ഈ പൊക്കത്തിൽ ചള്ള നിറഞ്ഞു കിടക്കാണ്. എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അല്ല, കൊക്കുകൾക്ക് രോഗത്തിനുള്ള സോപ്പാന്ന് പറഞ്ഞു. അയ്യോ, കൊക്കുകൾക്കല്ല, നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, നമ്മുടെ ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണ്. സോപ്പ് ഇത് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. നമുക്ക് തേയില 1500 പരം പച്ചമരുന്നുകൾ ചേർത്തതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചുമ, ജലദോഷം, പനി എന്നിവ വരത്തില്ല. അതാണ് നമ്മുടെ പ്ലച്ചോ കമ്പനിയുടെ പ്രത്യേകത. അതാണ് ഇത് ഒരു പാക്കറ്റ് വേണ്ട. ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. അല്ല, ഇത് വേണ്ട. ഇത് ഏത് കാട്ടിയിട്ട് വെട്ടി എന്ന് പറഞ്ഞാൽ കാട്ടിയതല്ല, പിന്നെ 550 പരം പച്ചമരുന്നുകളാണ്. തൽക്കാലം ഏത് പച്ചമരുന്നായാലും പഴുത്ത മരുന്നായാലും വേണ്ട. വേണ്ട ദിലീപ്, മേഡത്തിനും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു സൗന്ദര്യവർദ്ധന ഫേസ് ക്രീം 1500 പരം പച്ചമരുന്നുകൾ ചേർത്ത ഫേസ് ക്രീമാണ്. 50 വയസ്സുള്ള സ്ത്രീയെ 16-കാരിയാക്കുന്ന ക്രീമാണിത്. എനിക്ക് വേണോ ഇത്? ഇത് വേണമല്ലേ? മേഡം എടുത്തു. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു പറയൂ. അതായത് രാത്രി നമ്മുടെ കയ്യിൽ മൊത്തം ഇങ്ങനെ തേക്കണം. എന്നിട്ട് മൊത്തം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് കഴുകി കളയണം. 15 ദിവസത്തിനകത്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. തിരിച്ചു തരും. അതാണ് നമ്മുടെ. ഞാൻ ഇത് എങ്ങനെ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യും? നമ്പർ എന്തെങ്കിലും ഉണ്ട്? നമ്പർ തരാം. നമ്പർ നമുക്ക് അല്ല, കാർഡ് ഞാൻ എടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അല്ല, എന്റെ വിസിറ്റിംഗ് കാർഡാണ്. കുഴപ്പമില്ല, ഞാൻ അപ്ലൈ ചെയ്തോളാം. അത് മേഡത്തിന്റെ ഫോട്ടോ അയച്ചു തന്നാൽ മതിയല്ലോ നിങ്ങളുടെ കമ്പനിയിലേക്ക്. അതെ അതെ, അത് വിഷയം. ചേട്ടാ, ഞാൻ കൊടുക്കാം. നമ്പറിങ് തന്നാ ഞാൻ അയച്ചു കൊടുക്കാമല്ലോ. വിഷയമില്ല. ചേട്ടനങ്ങ് സംശയമാണ്. അല്ല സാർ, അങ്ങനെ എന്നെ സംശയിക്കരുത്. എന്ത്? കാരണം സാറിനെ പോലെ ഒരു ഭാര്യയും 2 മക്കളും ഉള്ളതാണ്. അവരെ വളർത്താനല്ലേ ഈ പ്രോഡക്റ്റ് നിങ്ങൾ മുമ്പ് വന്നു. അവരെ വളർത്താൻ വേണ്ടി എന്തിനാണോ ഈ വിഷം കൊണ്ട് നമുക്ക് തരേണ്ട കാര്യം? നമ്മളത് കഴിക്കേണ്ട കാര്യം. അതൊന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ തൽക്കാലം ഇത് കൊണ്ട് പോകണം. സാറേ, നല്ല പച്ചമരുന്നാണ് സാറേ. സാറൊന്ന് വിശ്വസിക്കണം. മേഡത്തിന് വേണം. രാജി, പുള്ളി ഡീൽ ചെയ്തു. ഞാൻ നമ്മുടെ കേക്കില്ലേ, കേക്ക് എടുത്തോണ്ട് വരാം നമുക്ക്. അപ്പൊ പെട്ടെന്ന് പൊക്കോളാം. എന്താന്ന് വെച്ചാൽ മേടിച്ചിട്ട് നമ്മുടെ പറ്റിപ്പൊന്നുമല്ല, കറക്റ്റ് പച്ചമരുന്ന് കാര്യങ്ങളാണ്. ചേട്ടാ, ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ നമ്മുടെ ഒരു ആവിക്കൂട ഉണ്ട്. ആവിക്കൂട. പിന്നെ ആവിക്കൂട. ഈ ആവിക്കൂടയിൽ അകത്ത് കയറിയിട്ട് ഈ ആവി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഒന്നും വരത്തില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആവിക്കൂട നമ്മുടെ കമ്പനി അങ്ങനെയാണ് നമ്മൾ പ്രചരിക്കുന്നത്. മേഡം, അതായത് മേഡം, ഇതിന്റെ സെറ്റിംഗ്സ് ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരും. ഓക്കെ മേഡം, തയ്യാറാ തന്നോളൂ. ശരി ശരി. ഓക്കെ, ഇത് കേക്ക് കൊണ്ടുവന്നു. കത്തി ഞാൻ എടുത്തില്ല, അവിടെ ഉണ്ടല്ലോ. ഞാൻ എടുത്തിട്ട് വരാവേ. മേഡം, മേഡം കയറി വാ. മേഡം കയറി വാ. കയറി വരാം മേഡം. കയറി വരാൻ ആവി കൂടെ കയറി വാ. മേഡം കയറി വാ. അല്ല, സാർ എന്തായാലും വന്നവിടെ. സാർ എന്തായാലും വന്നവിടെ. അല്ലേ, ഇവിടെ വരാൻ പറഞ്ഞല്ലോ. അല്ല, ഇത് മേഡത്തിനാണ് ഇത് സെറ്റിങ്സ് കാണിച്ചു. അല്ല, ഇപ്പൊ സെറ്റിങ്സ് ഞാൻ കാണണ്ട ആദ്യം, പിന്നെ അല്ലേ മേഡം കാണണം. അല്ല, സെറ്റിങ്സ് പെണ്ണുങ്ങൾക്ക് കാണിച്ചാലേ. നീ സെറ്റിങ്സ് എന്നെ കാണിക്കണം ആദ്യം, പിന്നെ അല്ലേ എന്റെ മേഡം കാണിക്കുന്ന. വീട്ടുകാരെ
പെണ്ണുങ്ങളല്ലേ വീട്ടിൽ എപ്പോഴും ഉള്ളത്. അതിനെന്ത് പെണ്ണുങ്ങളുള്ള നിന്റെ ഓഫീസ് എവിടെയാടാ കറക്റ്റ്? ഓഫീസ് കൊല്ലത്തായിരുന്നു. കൊല്ലത്താ? കൊല്ലത്തായിരുന്നു, പെട്ടെന്ന് തമ്പാരിലോട്ട് മാറ്റി. അതെന്ത് ദേഷ്യം വന്നാ? ദേഷ്യം വാടകയുടെ പ്രശ്നങ്ങളുണ്ട്. അല്ല സാർ, ഇത് എന്താ എവിടെ കൊണ്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഈ സംഭവം? ഇത് എന്താണ് ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നീ ഇത് എങ്ങോട്ട് പോണ ഇത് കൊണ്ട്? എനിക്ക് നീ പറയടാ സെറ്റിങ്സ് എന്നെ കാണിക്കടാ. ഇത് ഏത് വഴിയാണ് ഞാൻ കയറി എന്ന് എനിക്കറിയാം. ഏത് വഴി കയറി വന്നാലും നീ പറ സെറ്റിങ്സ് എന്നെ കാണിക്കത്. ഞാൻ ഇറങ്ങിയാലോ? നീ ഇറങ്ങണ്ട, നീ സെറ്റിങ്സ് കാണിക്കടാ. ഇതില്ലേ നിന്റെ സെറ്റിങ്സ് കാണാം, നിന്റെ സെറ്റിങ്സ് കാണണം. നീ പെണ്ണുങ്ങളുള്ള വീട്ടിൽ മാത്രമേ ഉള്ളതാണ് നിനക്ക് സെറ്റിങ്സ്. മാനേജർ എല്ലാം പറഞ്ഞു. എടാ നിങ്ങൾ ഈ പെണ്ണുങ്ങളുള്ള വീടുകളിൽ മാത്രമേ ഉള്ളടാ ഈ ആവിക്കൂടാ. അല്ല, നമ്മള് മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയാം. എത്ര പേരുണ്ട്? നമ്മൾ 800 പേരുണ്ട്. അപ്പൊ 800 പേര് 800 കൂടെയായിട്ട് നടക്കുവാണ്. അപ്പൊ കൊറോണയെക്കാട്ടി സ്പീഡിലാണ് ഇത് പറക്കുന്നത് ഈ കൂടെ അല്ലേ? നമുക്ക് ഇറങ്ങിയ ഇറങ്ങുന്ന ഇതിന്റെ സെറ്റപ്പ് ഇതിന്റെ സെറ്റപ്പ് ഇത് മാറാ. ഇത് എന്തേടാ ഇത്? ഇത് മാറി ഈ ആവിക്കൂട. ഇത് എന്തോന്നാണ് ഈ കാണിക്കുന്നത്? അയ്യോ, പച്ചമരുന്നൊക്കെ ഉള്ളതാണ്. പച്ചമരുന്ന്? ഏത് പച്ചമരുന്ന് നീ ഇരിക്കണ്ട? ഏത് പച്ചമരുന്ന്? അവര് പറഞ്ഞ അങ്ങനെയാണ്. 1500 പച്ചമരുന്ന്. 1500 പച്ചമരുന്ന്? 2 കമ്പും വെച്ച് 4 തുണിയും കെട്ടിക്കൊണ്ട് ആരെ പറ്റിക്കാ നടക്കുന്നത്? നീ മേലെ എങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആയിട്ട് വരില്ല കേട്ടോ. അല്ല, അങ്ങനെ അവർ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചോണ്ടാണ് ഞാൻ. ആര് പഠിപ്പിക്കാൻ വന്നു? അവരെല്ലാം കൂടെ വന്നു. ആര് പഠിപ്പിക്കാൻ വന്ന? അല്ല, അവര് എടുത്ത് മാറ്റി. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയുന്ന ഒരു മെഷീൻ കൊണ്ടുവന്ന് നോക്കിയായിരുന്നു. പുള്ളിയുടെ ഷുഗർ ഇപ്പൊ കുറഞ്ഞാണ്, ഇച്ചിരി കൂടുതലായിരുന്നു. കൊളസ്ട്രോൾ കുറയത്തില്ലേ? കൊളസ്ട്രോൾ കുറേ, അത് പിന്നെ മാറിയോ അങ്ങോട്ട്. അതെ, നമുക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കാം. ചേട്ടാ, ഒരു ലൈവ് പോക്കോട്ടെ ഞാൻ. ലൈവോ? അതിനെന്താ? രാജീവ് ലൈവ്. അതെ, ചേട്ടന് അയ്യോ, ആ ചേട്ടനെ കൂടെ വിളിക്കാൻ നമുക്ക് കഷ്ടം, ഒരു കേക്ക് മുറിക്കുമ്പോ. ചേട്ടനൊരു വിഷമം പോലെയൊക്കെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ രാജീവ്. അപ്പൊ അറിയാമല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അതെല്ലാം സോൾവ് ആയിട്ട് ഞങ്ങളിപ്പോ ഒന്നിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ ഒരു കേക്ക് മുറിച്ച് ഞങ്ങളൊരു സന്തോഷം നിങ്ങളുമായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ഭർത്താവ് രാജീവ്. ഞാനല്ല, ചേച്ചി ഫോണിലായിരുന്നു ചേട്ടാ. അതും കൊണ്ടുവന്നിട്ട് ചേട്ടാ ലൈവാണ്. ഇതാണ് എന്റെ ഹസ്ബൻഡ് രാജീവ്. ഹായ് സുഖു, നമസ്കാരം. സുഖു എന്റെ കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. തിരിച്ച് ഞാൻ കൊളാബ് കൊടുത്തിട്ടുണ്ട്. ഹായ് സുരേഷ്, നമസ്കാരം. അല്ല, അയാള് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തം ലവ് ഇറങ്ങി അടിക്കുന്ന ലവ്. അത് ലവ് അല്ല, എന്ന് പറഞ്ഞേ നമ്മുടെ കപ്പിൾസിന്റെ. അപ്പൊ ഞങ്ങളിപ്പോ ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കട്ടെ. സുരേഷോ? ഈ സുരേഷിനെ അറിഞ്ഞൂടായോ? രഘുവണന്റെ മോൻ സുരേഷ്. പണ്ട് അവനുമായിട്ടല്ലായിരുന്നു ഞാൻ കൊളാബ് ചെയ്തോണ്ടിരുന്നത്. അത് വിട്ടിപ്പം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, അത് മാറ്റി. അപ്പൊ ഞങ്ങള് കേക്ക് മുറിച്ച് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാരും നോക്കുക. എന്റെ പേര് ദിലീപ്. ഞാൻ പ്ലക്കോ കമ്പനി. എനിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്വീകരിക്കണം. അല്ല, ഞാനല്ലേ പ്ലക്കോ കമ്പനി എന്ന് വരേണ്ടത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുടങ്ങാൻ പോവല്ലേ? എന്താ എന്റെ പൊന്നെ, വെപ്രാണത്തിൽ ഇതിരുന്ന് ചെറിയ ഉൾപ്പെടെ കഴിച്ചേക്കുന്നു. ഞാൻ നോക്കി വെച്ചിരുന്ന സാധനമല്ല രാജിക്കറിയില്ല. ചെറി ഉൾപ്പെടെ എടുത്ത് കഴിച്ചേക്കുന്നു. ഞാൻ നോക്കി വെച്ചേക്കുന്ന സാധനമല്ല. എന്റെ കൊതി അറിയാലോ. നീ എപ്പോഴും ഇതിന് മുമ്പ് നീ ഇവിടെ പ്രോഡക്റ്റ് കാണിക്കാൻ വന്നിട്ടുണ്ട്? ആദ്യമായിട്ട് വരുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ മനുഷ്യൻ ഒരു ശകലം കേക്ക് എടുത്തങ്ങ് തിന്നുപോയി. അതിന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തോ? ദേഷ്യം വരും എനിക്ക്. എന്ത് ചെറിയ എടുത്താലും എനിക്ക് ദേഷ്യം വരും. നിനക്ക് അറിയാലോ രാജി. ചേട്ടനൊരു കാര്യം അറിയോ? 4 വർഷം ഞങ്ങൾ എന്തുകൊണ്ടാ പിണങ്ങിയെന്ന് ചേട്ടൻ മനസ്സിലായോ? കൊതിക്കറു ആഹാര കാര്യത്തില് എന്നും ഉച്ചയ്ക്ക് ഇയാളുടെ ഓഫീസിലേക്ക് വേണ്ട ടിഫിൻ ഞാൻ ചെയ്തു കൊടുക്കും. ചോറ്, ചിക്കൻ എല്ലാം ഞാൻ കൊടുത്തു വിടും. സ്റ്റാഫ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം എല്ലാരും ഷെയർ ചെയ്ത് കഴിച്ചപ്പം അവരുടെ കമ്പനിയുടെ മാനേജർ വന്ന് ഇയാളുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് തിന്നു. ഇയാൾ എന്തോ അവിടെ കാണിച്ചെന്നറിയാമോ? ഓൺ ദ സ്പോട്ടില് ആ മാനേജറുടെ ബൈക്കും എടുത്തോണ്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു ചട്ട് മീൻകറിക്കകത്തോട് ചോറ് കൂട്ടി ഇയാൾ വരുത്തുന്നു. പിടിച്ചാൽ നിൽക്കില്ല എനിക്ക്. കൊതി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്ത് ഭാഷയാണ്. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. ടൈക്കാരൻ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറയരുത്. എന്തോ അറിയാം ജീവിതം എന്താണെന്ന് അറിയാമോ? അല്ല, ജീവിതം എനിക്ക് നല്ല രീതി അറിയാം. നല്ല ഭാര്യയും ഭർത്താവൂല്ലേ നിങ്ങൾ? അല്ല, ചേർന്നാണ്. മേഡം ചേർന്നാണ്. കണ്ടാ,
എന്തൊരു ഐശ്വര്യം നോക്കണണ്ട. കുഞ്ചാക്കോ ഭവന് ശാലിനിയും പോലെ നിൽക്കും. ഒരു രാജമല്ലി പോലെ. ജീവിതം എന്ന് പറയുന്നത് ചേമ്പലിൽ വെള്ളം വീഴുന്ന പോലെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. മഴവില്ല് കാണാം. ക്യാമ്പിലേലും മുള്ളിയാ. ചേമ്പലിൽ വെള്ളം വീഴില്ലേ, അതിനകത്ത് ഈ വെള്ളമുണ്ട്. നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ജീവിതമാവുന്ന വെള്ളം താഴെ പോകും. ഇത്രയും സുന്ദരി സുന്ദരി നിങ്ങളാണെങ്കിൽ ഈ കുഞ്ചാക്കോ ഭവന് ശാലിനി ഞാൻ പറഞ്ഞില്ലേ, ഒരു കിലോ പഞ്ചാര എടുത്താലാ. നിങ്ങൾ ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞില്ലേ മാഷെ? അല്ല, നിങ്ങൾ എനിക്ക് പഞ്ചാര എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ നല്ലോണം ജീവിക്കണമെന്നല്ലേ നമ്മളെ കമ്പനി ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഒരു തേയില എടുത്താലാ. ഞാൻ പറഞ്ഞില്ലേ മാഷെ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ തേയില. നിങ്ങൾ എന്റെ സാധനം എടുക്കണം. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. എന്താ ഇഷ്ടം തോന്നുന്നത്? അതായത് നിങ്ങൾ അത്ര നല്ല കുടുംബമാണ്. നല്ല നല്ല. അതിനിപ്പോ എന്താ വേണം നിങ്ങൾക്ക്? ദിലീപിന് എന്താ വേണ്ടേ? ദിലീപിന് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഓണക്കിറ്റുണ്ട്, എടുക്കട്ടെ. ഓണക്കിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ നിന്ന് ഒന്ന് പോവാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ യോജിച്ചിട്ട് കാര്യമൊന്നുമില്ല. 10 പൈസ സാധനം മേടിക്കാൻ നിങ്ങൾ ജീവിക്കുന്ന വലിക്കാണ് ജീവിക്കുന്നത്. 10 പൈസ സാധനം എടുക്കില്ല അവനൊക്കെ എന്തിന്? അതെ, ഞങ്ങള് പെണങ്ങണോ ഒരുമിച്ച് ജീവിക്കണോ എന്നുള്ള ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഇതൊക്കെ വന്ന് പറയാം നിങ്ങളാരാ? എടാ 4 കൊല്ലം കേസ് ഉണ്ടായിരുന്നു. പക്കയില് പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ല. സ്വയം തീരുമാനിച്ചിരുന്ന ഒന്നിച്ച് വന്നതാ. അറിയാവോ എത്ര കൊല്ലോട് നിങ്ങൾ പിണങ്ങി നിന്നത്? 4 കൊല്ലം. 4 കൊല്ലം 40 കൊല്ലം പിണങ്ങി നിന്നാൽ ഈ പെണ്ണുമ്പളെ പഠിക്കൂല. ഞാൻ പോവാ. നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? 1 കിലോ തേയില മേടിക്കായിരുന്നു. അല്ല, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. ഇനി കഥ തുറന്നിട്ടില്ലേ? ഇറങ്ങി 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 പോ. ഓക്കെ. നല്ല കൈയടി, നല്ല സ്കിറ്റ് ആയിരുന്നു അല്ലേ മണിക്കുട്ടാ? ഗംഭീരമായിരുന്നു. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു എല്ലാവരുടെയും. നല്ലൊരു സ്കിറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഡൈവേഴ്സ് വക്കിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെയിൽസ്മാൻ, ഈ സെയിൽസ്മാൻ്റെ ഒരു ഇതുണ്ടല്ലോ ചേട്ടാ, നിങ്ങൾ കയറിയിട്ടുള്ളൊരു ആ സ്കിറ്റിലേക്ക് ഉണ്ടാവുന്നൊരു സംഭവങ്ങളുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ഒരു സെയിൽസ്മാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇത്രത്തോളം എത്തില്ലെങ്കിലും ഏതാണ്ട് ഈ രീതിയിലൊക്കെ പെരുമാറുന്ന ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് നിങ്ങളത് ചെയ്തു. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. ഗംഭീരമായിരുന്നു. താങ്ക് യു. നസീർക്ക, നല്ല സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്കും അറിയാം തിരിച്ചു വരാനായിട്ടല്ലേ? ടീമായിട്ട് തിരിച്ചു വരാനും നല്ല കണ്ടന്റ് തപ്പിയെടുക്കാനും നിങ്ങൾക്കും അറിയാം. നിങ്ങളതിന് സമയം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇതിനു മുമ്പ് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പറ്റിപ്പോയത്. പക്ഷേ ഇപ്പോൾ ഗംഭീരമായിട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു, വരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ടെൻറ്റിൻ്റെ അകത്ത് അത്ര നേരം ആൾക്കാർ ആരും ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലെ ആ ഡയലോഗ് മാത്രം മതി. ആ സെറ്റിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഡയലോഗ് മാത്രം മതി ചിരിക്കാനായിട്ട്. അവിടെയൊക്കെ നമുക്ക് ആകാംക്ഷയോടെ എന്തായിരിക്കും ഉള്ളിൽ നടക്കുന്നത് എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് ചെയ്തു. നല്ലൊരു കണ്ടന്റ് വരുന്നു കേട്ടോ. നല്ലൊരു കണ്ടന്റാണ് തിരഞ്ഞെടുത്തത്. അത് ഗംഭീരമായിട്ട് 3 പേരും വീണ്ടും ഒരുമിച്ച് വന്ന് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. അത് ഭാഗ്യം കൊണ്ട് നിങ്ങൾ ആ ചിരിപ്പിക്കാനുള്ള കടമ ഏറ്റെടുക്കുകയും ചെയ്തു. ഓക്കെ, അടിപൊളി. റിലേ പോയി, എവിടെയോ ഒരു റിലേ പോയി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ വന്നു. എങ്ങനെ പറഞ്ഞാലും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയ അവസാനം വരെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. കുറേ ചേഞ്ചസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവർ കേക്ക് കട്ട് ചെയ്യുന്നു, ഇയാൾ കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഇയാൾ വായിൽ വെച്ചെടുക്കുന്നു. അവസാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇയാൾ ഇവിടെ നിന്നിട്ടേ, ഹലോ ഞാൻ ദിലീപ്, ഇയാൾ അവിടെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. ഇയാൾ വേറെന്ത് ചെയ്യും? ഇയാൾ ചിലപ്പോൾ ഒരു അടി കൊടുക്കുകയായിരിക്കും, അടേ ഞാനാണ് ഭർത്താവ്. അതൊന്നും അല്ലട്ടോ, നമ്മൾ വിശ്വസിക്കാത്തൊരു സാധനം കിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആകെ ഒരു ചെറിയൊരു നെഗറ്റീവ് പറയാനുള്ളത് നിങ്ങൾ ക്ലൈമാക്സ് ആണ്. കാരണം ക്ലൈമാക്സ് അതാണ് ഞാൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിട്ട് ഇരുന്നത്. അതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതിൽ നിന്ന് വിട്ടുപോയി. അതെന്താണ് ആ ഒരു ഭാഗത്തെ മാത്രമേ ഉള്ളട്ടോ. ബാക്കി ത്രൂ ഔട്ട് നല്ല കൗണ്ടറുകളായിരുന്നു. പക്ഷെ ക്ലൈമാക്സും കൂടി ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഗംഭീര സ്കിറ്റാണ്. ഇപ്പോഴും ഗംഭീര സ്കിറ്റ് തന്നെ. ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു, സൂപ്പർ. അല്ല, എന്നാലും ഒന്ന് ചോദിക്കുക, എന്തായിരുന്നു അവിടെ ശ്യാമെ മറന്നത്? എന്തെങ്കിലും ക്ലൈമാക്സ് സീനിൽ എന്തെങ്കിലും ഇങ്ങനെ അല്ല, തേയിലയിൽ നിർത്താനുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിക്കണമെന്ന്, ഒരു അടിച്ചു നിർത്തുന്ന ഒരു കൗണ്ടറും കൂടി വെച്ചിട്ട് അതിന്റെ ക്ലൈമാക്സ് സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത്രയും നല്ല സ്കിറ്റ് അവതരിപ്പിച്ചിട്ട് ഒരു സാധനം മാത്രം കിട്ടൂല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം വരുമ്പോൾ അതൊരു ഇതാവും. കാരണം അത് തന്നെയല്ല, മറ്റുള്ള ടീമുകൾക്ക് ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയല്ല. അപ്പോൾ പിന്നെ നമുക്ക് കൗണ്ടറുകൾക്ക് അടിച്ചു കയറ്റി മതി, ക്ലൈമാക്സിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇത് വരണ്ടെന്ന് ചെയ്തിട്ടാണ് കേട്ടോ. സ്കിറ്റ് ഉഗ്രനായിരുന്നു. ഇത് ഞാൻ ഒരു സെക്കൻഡ്, ഇതിലിപ്പം ഞാനിവിടെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ടേ? അപ്പോൾ ഇതിലൊരു ക്ലൈമാക്സ് വേണമെങ്കിൽ ആഡിങ് എങ്ങനെയെന്ന് പറഞ്ഞാൽ
ഈ ഷാംബായി പോയി കഴിഞ്ഞിട്ട് സെൽവൻ ബായും സൂര്യ അവിടെ നിൽക്കുന്ന സമയത്ത് പിങ്കി ആ ഫിംഗറിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേട്ടിരുന്നെങ്കിൽ, വീണ്ടും കോളിംഗ് ബെല്ല് അടിച്ചില്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യം വരണ്ട എന്ന രീതിയിൽ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. അപ്പൊ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ? അത് നന്നാവൂലായിരുന്നു. ഒരു ഫീൽ ഗുഡ് ചാനൽ അവസാനിപ്പിക്കാം. അല്ല, വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവരൊന്നുകൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആ ഒരു ഇത് വേണമെങ്കിൽ ചെയ്യാമല്ലോ നിങ്ങൾക്ക്. ആർക്ക് കിട്ടത്തില്ല, പക്ഷെ ആർക്ക് ഇവിടം കൊണ്ട് തീർന്നു, ആർക്കിന്റെ ഏരിയ തീർന്നു. പക്ഷെ ആ ക്ലൈമാക്സ് മണിക്കൂട്ടിന് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു എൻഡ് നല്ല പഞ്ചായനെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ നിൽക്കൂ. റെഡി? വേണ്ട, ഇനി ആവശ്യമില്ല. ഒരു ആര്യല്ല പ്ലക്കോ കമ്പനി എന്ന് പറഞ്ഞ ആവശ്യമില്ല. ഒരു മര്യാദ എന്ന് പറഞ്ഞ സംഭവം വേണ്ട. ആ പിടിക്കാം, അത് പിടിക്കാം, ഇത് പിടിക്കാം. അതെ, ഇങ്ങോട്ട് നോക്കിയേ. ആ കഴിഞ്ഞത് ഇനി ഇതുപോലെ സന്തോഷമായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ജീവിക്കണം. പിന്നെ പ്ലക്കോ പോയില്ലെന്ന് തോന്നുന്നു. മണിക്കുട്ടിനെ ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രൂമേഴ്സിൽ വിട്ടോ. അഥവാ ഇവിടെ ഡേറ്റ് ഇല്ലെങ്കിൽ അവിടെ ഡേറ്റ് ആയി. പണാളിയുടെ ചോദിക്കുക, ആളില്ലെങ്കിൽ നിനക്ക് ഇമ്പ്രൂവ്മെന്റ് മണിക്കൂട്ടിന് വലിയ കഴി കേട്ടോ. ഓക്കെ, അപ്പൊ ഓക്കെ, ആ മാർക്ക് ഇങ്ങോട്ട് തന്നു. ഈ ക്ലൈമാക്സ് പഴയ ക്ലൈമാക്സിന്റെ മാർക്ക് അതിനാണ് മാർക്ക് കേട്ടോ. മണിക്കൂട്ടാണ് 16,000 രൂപ. ഞാൻ 18,000 രൂപ. 1000 രൂപ ബാക്കി. ഇതാ സന്തോഷമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിട്ട് ഇതാ കിടക്കുന്നു. ടോട്ടൽ 85,000 രൂപ. ഒരു ഇടവേളയ്ക്ക് ശേഷം സിൽവർ പഞ്ച്. അതെ, നിരന്തരമായിട്ട് പഞ്ചടിച്ചോണ്ടിരുന്ന ടീമാണ്. അതെ, അത് നിങ്ങൾ മറക്കുന്നു, ഞങ്ങൾ മറക്കില്ല. സെൽവണ്ണ പറയൂ. സന്തോഷം. പിന്നെ സ്കിറ്റിന് രാജേഷേട്ടൻ, ഗ്രൂമേഴ്സ്, ശശാങ്കൻ ചേട്ടൻ എല്ലാരും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഴയ ടീം ഒരുമിച്ച് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട്. ഓക്കെ, സൂര്യശ്രീ സന്തോഷം. തിരിച്ച് പഴയ കുടുംബത്തിലേക്ക് വന്നു. അല്ല, സെൽവൻ ചേട്ടനും ശ്യാം ചേട്ടനും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്കിറ്റ് കളിച്ചതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ദിലീപ് സന്തോഷമുണ്ട്. കലക്കി 3 പേരും ഉഷാറാണ്. അല്ല സൂര്യശ്രീ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു. സാമ്പത്തിക ഭദ്രതയൊക്കെ? സാമ്പത്തിക ഭദ്രത ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. മതി, കുഴപ്പമൊന്നുമില്ല. മോന് എത്രയല്ല ഇപ്പൊ? മോന് ഇപ്പൊ 8ാം ക്ലാസ്സിലെ ഒരാളല്ലേ? ഒരു മോൻ. ശരി. ഓക്കെ, അപ്പൊ സന്തോഷം. ഐശ്വര്യമായിട്ട് പോവാ. ഇതേപോലെ ആഞ്ഞു പിടിച്ച് വർക്ക് ചെയ്യുക. അടുത്ത സ്കിറ്റില് കാണാം. ഓക്കെ, പ്ലക്കോ ആളെ വേണമെങ്കിൽ പറയണം കേട്ടോ. ശരിയാണ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറുടെ ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ചെറുതുകള്. സൈന്ധവുണ്ട്, അനന്യയുണ്ട്, ദേവിലക്ഷ്മി ഉണ്ട്. ഇങ്ങനെ ഒന്ന് കൈയടിച്ചേ. चमक छम 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 चमक छम 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 നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കരുതാ മഹിയാ ജാ ദിൽ കരുതാ नहीं लगता അമ്മ രാവിലെ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അടച്ചു വയ്ക്ക്. ഞാൻ എങ്ങനെയാണ് നിന്നൊരു വീട്ടിലേക്ക് അയക്കുന്നേ? കൊറിയർ ചെയ്താൽ മതി, അഡ്രസ് അറിയാമെങ്കിൽ. തകർത്തുത്തരം പറയുന്നത് ടോക്ക് ഷോ ആണോ? സ്വന്തം മോളാണെന്ന് പോലും ഞാൻ നോക്കൂല. അമ്മ എന്നെ നോക്കിയില്ലെങ്കിൽ ഞാനും അമ്മയെ നോക്കൂല. അതാണോ മോളെ ഞാൻ പറഞ്ഞേ? നീ ഇപ്പം റീൽസ് ഒക്കെ നിർത്തിയിട്ട് വല്ല പാചകവും പഠിക്ക്. എവിടെയെങ്കിലും കെട്ടിക്കയറി ചെല്ലാനുള്ളതാ. നമ്മൾ എന്തിനമ്മയെ കെട്ടിക്കയറി ചെല്ലണം? നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ പോണം, അല്ല നമ്മൾ ഒരിടത്തും കെട്ടിക്കയറി ചെല്ലാൻ പാടില്ല. അതാണോ ഞാൻ പറഞ്ഞേ? ഓരോ ദിവസം ചെല്ലും തോറും എന്റെ പ്രായം കൂടിക്കൂടി വരുവാ. അതിപ്പോ അമ്മയ്ക്ക് മാത്രമൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും ഓരോ ദിവസം കഴിയുമ്പോ പ്രായം കൂടിക്കൂടിയാണ് വരുന്നത്. പക്ഷെ അതാരും സമ്മതിക്കൂല, അല്ലേ നസീറക്ക? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ മോളുടെ കല്യാണം.
അമ്മ സമാധാനപ്പെടും. ഇന്നത്തെ എന്റെ റീല് വൈറലാവും. അത് കഴിയുമ്പോ ഞാനൊരു സെലിബ്രിറ്റി ആവും. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എന്റെ കല്യാണം നടത്തും. ഈ ജന്മത്തിൽ എന്റെ മോളുടെ കല്യാണം നടക്കത്തില്ല അല്ലേ? എന്റെ ദൈവമേ, എല്ലാരെയും വൈറലാക്കി ഇവക്കൊരു വൈറൽ പനി പോലും വന്ന് ഇവളെ വൈറലാക്കുന്നില്ലല്ലോ. കഷ്ടം തന്നെ. ഓ മക്കളെ, ഈ പാട്ട് കേട്ടപ്പോ അമ്മയ്ക്കൊരു ഓർമ്മ വന്നു. എന്തോന്ന്? പണ്ട് അമ്മ വീട്ടില് ബസ് ഇറങ്ങി പാട വരുമ്പത്തൂടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് പോകുമ്പോ എന്റെ മോളൊരു കാര്യം പറയുമായിരുന്നു. എന്തോന്നമ്മ? അമ്മേ ചളിയെന്ന്. എന്റെ മോളുടെ കയ്യിൽ ചളി പറ്റാതിരിക്കാൻ മോളെ ഞാൻ എടുത്ത് ഒക്കത്ത് വെച്ച് പതുക്കെ നടന്ന് സംസാരിച്ചു പോകും. അയ്യോ, അത് പാട വരുമ്പോ ചളിയെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ വായെന്ന് പറഞ്ഞ മൊത്തം ചളിയെന്ന്. ഞാനല്ല ചളി, നിന്റെ റീൽസ് ആണടി ചളി. അതൊക്കെ പോട്ട്, നീ ഇതുവരെ എത്ര റീൽസ് ചെയ്ത്? 1000-ഓളം ചെയ്തു. എല്ലാ വീഡിയോയ്ക്കും ഒരു ലൈക്ക് വെച്ച് കിട്ടിയില്ലെങ്കിൽ നിലക്കിപ്പോ 1K എങ്കിലും ആവൂലായിരുന്ന. അമ്മ സമാധാനപ്പെടമ്മ, അതൊക്കെ ശരിയാവും. വർഷം കുറയായി ഈ സമാധാനപ്പെടെന്ന് പറയണ കേട്ടിട്ട്. ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കാനഡയിൽ പോവാൻ. ഓഹോ, കാനഡയിൽ പോവാൻ റെഡിയാവുന്ന അമ്മ. ദൈവമേ, എപ്പോ നോക്കിയാലും ഫോണിന്റെ അകത്താണല്ലോ ഇവള്. അടി, നീ ചെയ്ത റീൽസിന്റെ ഒക്കെ താഴെയുള്ള കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? എന്തിന്? വായിക്കണോ? കേക്കണം. അത്രയ്ക്ക് നിർബന്ധമാണ് ഞാൻ വായിച്ചേന്. അമ്മ, ആദ്യത്തെ കമന്റ് കണ്ടാ? വല്ല പണിക്കും പൊക്കൂടെ? അത് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ എന്ത് പരിപാടി ഉണ്ടോ ഇതേപോലത്തെ ഒരു കമന്റ് അതവിടെ മസ്റ്റാണ്. രണ്ടാമത്തെ കമന്റ് എനിക്ക് ചിരി വരുന്നില്ല. കോമഡി പരിപാടികൾ മാത്രം കണ്ടുവരുന്ന ഒരു തരം കമന്റ് ആണ് ഇത്. എന്റെ മോള് കഷ്ടപ്പെട്ട് ചെയ്ത റീൽസ് അവന് കോമഡി ആയിട്ടാണ് തോന്നിയെന്നല്ലേ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ കുറയുന്നില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. മരുന്നിന്റെ പേര് പറഞ്ഞ മക്കളെ. അത് എന്തിനമ്മ അമ്മ പറയണ? എന്തിന്? ഞാനല്ലെങ്കിൽ ഇവിടെ പ്രഷർ വന്ന് ചത്തു പോവും. അതുകൊണ്ടല്ലേ ചോദിച്ചേ. അതെങ്ങനെ അമ്മ ചാവും? നിന്റെ കൂടെ അല്ലേടി ഞാൻ ജീവിക്കണേ. അമ്മ, ഞാനേ അകത്ത് ഫ്രഷ് കണ്ടന്റ് ആലേ. ഓ ചെല്ല്, ഫ്രഷ് കണ്ടന്റ് ആലേ കേട്ടാ. എനിക്ക് കേക്കായിരിക്കുന്നു ഞാൻ. നിങ്ങൾ കേക്കണം. ഇവളെ അപ്പൂപ്പൻ ICUവില് ഇഞ്ചക്ഷൻ എടുത്ത് കിടന്നപ്പോ ഇവള് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത്. അതിന്റെ ക്യാപ്ഷൻ എന്തോന്നറിയാമോ? കിട്ടിയാ കിട്ടി, ആ മോളാണ് ഈ നിക്കണത്. അല്ല, കണ്ടന്റ് നോക്കാനാണെന്നും പറഞ്ഞു പോയിട്ട് നീ കിച്ചണിലോട്ടാണല്ലോ പോണ. പാചകത്തെ വെച്ച് കണ്ടന്റ് ചെയ്യാലോ. ദൈവമേ, ആരെ കൊലക്കി കൊടുക്കാനാണോ പോണം? എന്നാലും എന്റെ പൊന്നാങ്ങളെ വിളിച്ചു നോക്കാം. ഹലോ പൊന്നാങ്ങളെ, ഇവള് ഒരു തരത്തിലും കല്യാണത്തിന് നിൽക്കുന്നില്ലെന്നേ. എടി, നീ അവളുടെ അടുത്ത് സെന്റ് അടിക്കണം. കല്യാണം നടക്ക സെന്റോ സ്പ്രേയോ അത്രോ എന്ത് വേണേലും ഞാൻ അടിക്കാം. നിന്റെ വീട്ടിൽ റൂം ഫ്രഷർ ഉണ്ടോടി? ഉണ്ട്. അത് നിന്റെ വീട് മൊത്തം അങ്ങ് അടിച്ചാറ്. അതെന്തിനാ? നിന്റെ സെന്റ് അല്ലേ അവിടെ കിടന്ന് ചീയും. സങ്കടമുള്ള കാര്യം പറയണമെന്ന്. ശങ്കരൻ വന്നിട്ട് അവളുടെ അടുത്ത് എന്തോ എടുക്കാനാ? നിന്റെ ആ സെന്റ് എടുത്ത് ശങ്കരനോട് ഇച്ചിരി അങ്ങ് അടിച്ചാര്. ശരി, കല്യാണം നടക്കണമെങ്കിൽ ഞാനൊരു ചെറുക്കനെ അങ്ങോട്ട് വിടാം. പിന്നെ പയ്യൻ 2K ആണ്. അയ്യോ, UK UK നാണോടി ഞാൻ പറഞ്ഞത്? 2K എന്നല്ലേ? പയ്യൻ 2K ആണ്. പയ്യന്മാരെയൊന്നും ഇവിടെ തൂക്കാൻ കൊണ്ടുവരണ്ട. ഇവിടെ ഞാനും അവള് കൊണ്ട് തൂക്കാൻ. 2K എന്നാണ് ഞാൻ പറയുന്നത്. പയ്യനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ റീൽസ് എങ്ങനെ റീച്ച് ആക്കാം, അക്കൗണ്ട് എങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടാക്കാം, ഫോൺ അരച്ചു കലക്കി കുടിച്ചവനാ വരുന്നത് കേട്ടോ. ഫോണെന്ന് വെച്ചാൽ നീ ഫോണെന്ന് വെക്കുമായിരുന്നു, എനിക്ക് എന്റെ പണിക്ക് പോവായിരുന്നു. എടേ, അവനെപ്പ അങ്ങോട്ട് വരും കേട്ടോ. എങ്കിൽ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. ശരി ശരി ശരി. ആരാ? ഞാൻ ആരാന്ന് എന്നോടാണോ ചോദിക്കണം? നിങ്ങൾ ആരാന്ന്? കുറെ നേരം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമല്ലേ. ഇവരാരാ? അറിയത്തില്ല. അതല്ല, താൻ ആരാന്ന്?
ഞാൻ ഈ അക്കൗണ്ടിൽ എങ്ങനെ റീച്ച് ഉണ്ടാക്കാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ടിപ്പുകളുടെ സുൽത്താൻ. ടിപ്പു സുൽത്താനോ? എന്താ താഴോട്ട് നോക്കിയിരിക്കുന്നത്? തോണ്ട കിടക്കുന്നു ടിപ്പു സുൽത്താൻ. എന്നോ മറ്റോര പുള്ളിയെ എന്നാത്തിന് ഇങ്ങോട്ട് വലിച്ചടിച്ച് ഇവിടെ കൊണ്ടിട്ടത്. ടിപ്പു സുൽത്താൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ടിപ്പുകളുടെ സുൽത്താൻ. എന്റെ പേര് റീൽസൺ. ടാർസന്റെ മാമന്റെ മോൻ. ആട്ടെ പേരെന്താ? ആശീർവാദ്. നിങ്ങളുടെ ആട്ടയുടെ പേരാണോ ഞാൻ പറഞ്ഞത്? അല്ല നിങ്ങളുടെ പേരെന്തുവാന്ന്? കൗസല്യ. കൗശല്യമാണെങ്കിൽ അങ്ങോട്ടങ്ങനെ മാറ്റിക്കെട്ടാം. ഹേ എന്നാ മിണ്ടായിരിക്കുന്നേ? മാറ്റിക്കെട്ടതിലെ മെഷർമെന്റ് കൗശല്യമ്മ എന്ന് വെച്ചാ ഞാൻ നിങ്ങളെ നടന്നതാന്ന്. നീ എന്നാ ടേപ്പോന്ന്? പിന്നെ ആങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. എന്നാ എന്റെ കൊച്ചിനെ വിളിക്കാം. കൊച്ചിന്ന് കൊച്ചു വരാം. കൊച്ചെന്നാ ഫ്രീക്കറ്റിയാണോ? എന്റെ കൊച്ചിനെ വിളിക്കാന്ന്. മോളെ സോനെ, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. അമ്മയല്ലേ എവിടെ നിൽക്കുന്നു? അമ്മയ്ക്ക് നോക്കി കൂടെ ആരാ വന്നേന്ന്. തമാശക്കാരിയാ. നല്ല തമാശ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തമാശ അടിക്കോ? കൊള്ളാം. റീൽസൺ ചേട്ടൻ. ചേട്ടൻ എന്താ ഇവിടെ? നിങ്ങളെ അക്കൗണ്ടിൽ റീച്ച് ഇല്ലേ? നിങ്ങളെ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ഇല്ലേ? എങ്കിൽ അവിടെ കാണും ഈ റീൽസൺ. ചേട്ടൻ എന്നെ കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ റീൽസിനൊക്കെ റീച്ച് കിട്ടുമല്ലോ. എന്റെ റീൽസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി മലയാറ്റൊരു കുരിശും കൊണ്ടുപോകാൻ ഞാൻ നേന്നിട്ടുണ്ട്. മക്കളെ ഞാൻ വരട്ടെ മക്കളെ. വേണ്ട, ഒരു കുരിശ് കൊണ്ടുപോകാൻ ഞാൻ നേന്നിട്ടുണ്ട്. കൈ കൊടുത്ത് വിടണയാണ് നല്ലത്. നീ പോയ 2 കുരിശാവും. ദൈവമേ, 2 കുരിശുകളിടത്താണല്ലോ ഞാൻ വന്ന് പെട്ടത്. 10 മാസം ചുമന്ന് പെട്ടതാണോടി ഞാൻ നിന്നെ. നീ എന്റെ വയറ്റിന്റെ അകത്ത് തന്നെയാണോ വന്നേ? പിന്നെ വയറ്റിന്റെ അകത്തല്ലാതെ വയറ്റിൽ ഹാപ്പിന്ന് പറയാൻ ഞാൻ എന്തോ ബസ്സാ? സൂപ്പർ സാധനം. തമാശന്ന് മനസ്സിലായി. മാഷെ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കയറ്റി കൊടുക്കണം. എന്നിട്ട് വേണം ഇവക്കടെ കല്യാണം നടത്താം. ഇവക്കടെ ജാതകവുമായി ചേർച്ചോളം ജാതകം കിട്ടാൻ പാടാന്നേ. അമ്മേ, ഈ പണ്ടൊക്കെയാണ് ഈ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ എല്ലാരും കണ്ടന്റ് നോക്കിയാണ് കല്യാണം കഴിക്കുന്നത്. ഉദാഹരണത്തിന് വരൻ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതൊരു കണ്ടന്റ് ആയില്ലേ? അത് വീണ്ടും കാറിൽ വന്നിറങ്ങി. അവിടെ എന്ത് സംഭവിച്ചു? വേറൊരു കണ്ടന്റ്. അങ്ങനെ നോക്കിയാണ് ഇപ്പൊ എല്ലാരും കല്യാണം വരെ കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാ, റീൽസ് എടുക്കുമ്പോൾ കൊളാബ് ചെയ്യണം. ഇവള് ചെയ്ത എല്ലാം കൊളാവാറുണ്ടല്ലോ. പിന്നെ എന്തിനാണ് കൊളാവാൻ വേണ്ടി ഇതിനൊക്കെ ചെയ്യുന്നത്? അമ്മയുടെ വീട് കൊളമാവാണോ? അത് എന്താ? അമ്മ പറയുന്ന എല്ലാം കൊളാവുന്നുണ്ട്. ചേട്ടാ, നമ്മുടെ റീൽസിനൊക്കെ റീച്ച് കൂടാൻ ഐറ്റം വേറെ ഉണ്ടോ? ഐറ്റം വേറെ ഉണ്ടോന്നോ? ഐറ്റം വേറെ ഉണ്ട്. ഞാനിവിടെ പോയിട്ടുമുണ്ട്. അവിടെ പോവാണെ തമാശയായിട്ടേ പോവാവൂ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ തമാശയായിട്ടാണോ വേണ്ടേ മാഷെ പോണ്ടേ? ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് അവര് പറഞ്ഞു തമാശയുള്ള സ്കിറ്റ് വേണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ കുത്തിപ്പിടിച്ചൊരു കിട്ടിക്കാറ്റി സ്കിറ്റ് അങ്ങനെ എഴുതി. അത് ഞാനും എന്റെ ടീമും കൂടെ ഫ്ലോറിൽ കയറി കളിച്ചിങ്ങനെ കേറ്റി വെച്ചേക്കുവോ. സ്കിറ്റ് തീർന്നതല്ല, ഡയറക്ടർ മൈക്കിൽ കൂടെ വിളിച്ച് ജഡ്ജസ് കേൾക്കാൻ വേണ്ടി പറയോ ഒന്ന് കൊടുക്കാൻ. 1 ലക്ഷമോ? അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതാനിട്ട് ഒന്നങ്ങ് കൊടുത്താലോ. അത് കേട്ട മതി പുറയിലത്തെ ഡോർ തുറന്ന് ഞാൻ ഒറ്റ ഓട്ടോ അങ്ങ് ഓടി. എന്തായാലും കൊള്ളാം. അതെ, നമുക്ക് എന്തൊക്കെ ഒരു റീൽസ് ചെയ്താലും. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു ഏട്ടാ. അതിന് മുമ്പ് ഈ ഫോൺ ഞാനൊന്ന് വെക്കട്ടെ. കളി അമ്മ മാറമ്മ. മാറി. ഇതെന്തായാലും വൈറലാവും, എനിക്ക് ഉറപ്പാണ്. വൈറലായില്ലെങ്കിൽ പിന്നെ മാഷെ, എന്റെ ആങ്ങളയുടെ മോളുടെ ബർത്ത്ഡേ ആണ് 23-ാം തീയതി. മാഷ ഒരു ബർത്ത്ഡേ വിഷ് തരുമോ? കുട്ടിയുടെ പേരെന്താണ്? ആരർച്ചന. ഓക്കെ, ഫോക്കസ്. ഹായ്, എന്റെ പേര് റീൽസൺ. 23-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരാച്ചാർക്ക് അവർക്ക് ഇത്തിരി വെറൈറ്റി പിടിച്ചാലോ? അടുത്തോളൂ. 23-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അർച്ചന ആറിന് പിറന്നാൾ ആശംസ. ഒരു
ഭാഗ്യമാഷിന്റെ പാട്ടും ഡാൻസും കൂടെ രണ്ട് വഴിക്ക് പോയത്. അതെന്നാ? ഇല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിടിച്ച് വലിയ അപകടം നടന്നേനെ. എന്റെ റീൽ വൈറലായി 10 മില്യൺ വ്യൂസ്. മാഷേ എന്തായാലും വീഡിയോ വൈറലായാലേ ഇനിയുള്ള കല്യാണം നോക്കാം. അയ്യോ അത്ര ആയ പറ്റത്തില്ലമ്മേ. ഇനി ആട് വരണം, വന്നാലല്ലേ പൈസ കിട്ടത്തുള്ളൂ. എങ്ങോട്ട് പോവാ? ആട് വരണമെന്ന് പറഞ്ഞു അയക്കാൻ പോയത്. ആ ആടല്ല ഞാൻ പറഞ്ഞത്, പരസ്യം. ആ ആട് വരണമെന്നാണ് എന്റെ ഗോൾഡൻ മമ്മി. ഗോൾഡൻ മമ്മിയാ? എന്റെ പൊന്ന അമ്മച്ചീന്ന്. അമ്മ എനിക്ക് 2 മില്യൺ ഫോളോവേഴ്സ് ആയി. അയ്യോ ഞാൻ വൈറലായേ. ഇനി എനിക്ക് സീരിയലായി, സിനിമയായി, എന്തൊക്കെയായി, ഞാൻ വൈറലായി. അയ്യോ ഇനി വെക്കണ കല്യാണം നടക്കത്തില്ല. അവളിപ്പോ റീൽസിന്റെ മായാലോകത്താ. അവളിപ്പോ സെലിബ്രിറ്റി അല്ലേ. അങ്ങനൊന്നും അല്ലമ്മേ, ഏറിപ്പോയാ ഒരു 2 മാസം. മനസ്സിലായില്ല അമ്മേ? ഇന്ന് ഇവള് സ്റ്റാറായി, നാളെ വേറൊരാൾ വരുമ്പോ അവർ സ്റ്റാറാവും. മനസ്സിലായില്ല? അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഇന്ന് സോന സ്റ്റാറാക്കിയ അതേ ആൾക്കാർ തന്നെ ഇവളെ താത്തി വെച്ചിട്ട് നാളെ വേറൊരാൾ വരുമ്പോ അവരെ സ്റ്റാറാക്കും. അമ്മേ സോഷ്യൽ മീഡിയക്ക് സ്ഥിരമായിട്ട് സ്റ്റാറുകളില്ല. നമ്മൾ ഈ ക്രിസ്മസിന്റെ സ്റ്റാർ നോക്കി എടുത്തി ആവശ്യം കഴിയുമ്പോ ഒരു മൂലയിലോട്ടിടും. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയക്ക് സ്ഥിരമായിട്ട് സ്റ്റാറുകൾ ഇല്ലമ്മേ. അയ്യോ മനസ്സിലായില്ല വീണ്ടും. അമ്മേ ഇന്ന് നീ സ്റ്റാറാങ്കി, ഇനി ഈസ്റ്റർ ആയിരുന്നെങ്കിൽ ചിക്കൻ നിന്ന് ഞാൻ മരിച്ചേനെ. നീ സ്റ്റാറാങ്കി നാളെ ഞാൻ സ്റ്റാർ. ട്രാൻസ്ഫറോ? എന്റെ പൊന്നോ, വലുത് വീട്ടിൽ കൊണ്ട് പോവല്ലേ. നിർത്തി. നല്ലൊരു ഉഷാർ ഗൈഡ് വരട്ടെ. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. വിജയ് ചേട്ടാ. സൈന്ധവേ, ദേവിലക്ഷ്മി, അനന്യ സൂപ്പറായിരുന്നു, നന്നായിരുന്നു കേട്ടാ. റീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്കിറ്റ് അടിപൊളി റീച്ചായിരുന്നു. കാരണം റീച്ചിന്റെ ആള് വന്നേ പിന്നെ അതിക്ക് മുന്നേ തന്നെ അനന്യയും ദേവിലക്ഷ്മിയും കൂടി നല്ല റീച്ചിൽ കൊണ്ടുവന്ന് വെച്ച് എനിക്ക് തോന്നുന്നത് അത് 1 മില്യൺ ആക്കാൻ വേണ്ടിയിട്ട് സൈന്ധവും കൂടി വന്നപ്പോൾ 1 മില്യണിൽ കൂടുതലായി. സാധാരണ നമ്മൾ റീൽസ് ചെയ്യണത് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഈ റീൽസ് ചെയ്യുമ്പോൾ റീൽസിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്ററെ കൊണ്ടുവരിക, അത് എനിക്ക് തോന്നുന്നത് വളരെ റയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അടിപൊളിയായിട്ട് നിങ്ങളത് അതിമനോഹരമായിട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ സൈന്ധവിൻ്റെ ഗെറ്റപ്പ് കിടിലനാണ്. സ്ഥിരമാക്കാൻ പറയുമായിരുന്നു. നല്ല രസമുണ്ട്. സാധാരണ താടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമുള്ള താടി. കാരണം എന്തോ ഒരു ചെറുതാണെങ്കിലും അത് കറക്റ്റായിട്ടൊക്കെ വടിച്ച് വരുമ്പോൾ തന്നെ അത് മനസ്സിലായി നമുക്ക് ഇയാൾ റീച്ച് കൂട്ടാൻ പറ്റുന്ന ആളാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അബദ്ധവശാൽ കയറിപ്പോയതാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് അതിനകത്ത് തമാശകൾ എന്ന് പറയാണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു മെസ്സേജും കൂടിയാണ്. കമന്റ് സെഷന്റെ ഏരിയ അടിപൊളിയായിരുന്നു അത്. കാരണം നിങ്ങൾ പറഞ്ഞ ആ കമന്റുകളൊക്കെ നമ്മൾ ആരിട്ടാലും ഏത് കാറ്റഗറിയിലാണെന്ന് വെച്ചാൽ ആ സാധനം അവിടെ വന്ന് വീണിരിക്കും. എനിക്ക് മാത്രമാണോ ചിരി വരാത്തത്? അതെ അതെ അതെ, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു സാധനം പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഇപ്പൊ കല്യാണം നടക്കുന്നത് കണ്ടന്റ് നോക്കിയാണെന്ന്. കണ്ടന്റിന് ഭയങ്കര ദാരിദ്ര്യമുള്ള കണ്ടന്റ് ഇല്ല. ഇങ്ങനത്തെ ആളുകൾക്ക് കണ്ടന്റേ ഇല്ല. എന്തായാലും 3 പേരും ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് ഈ സ്കിറ്റ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദ വെരി ബെസ്റ്റ്. മക്കളെ, ഒരു പൂവ് ചോദിച്ചപ്പോ പൂക്കാലം തന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലുള്ള ഒരു പെർഫോമൻസ് ആണ്. എടുത്തു പറയേണ്ടത് ഈ അമ്മയുടെയും മകളുടെ ഒരു കെമിസ്ട്രിയാണ്. സംഭവം നിങ്ങൾ രണ്ടുപേരും ഒരേ ഏജ് ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളും പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. നിങ്ങളുടെ പെർഫോമൻസിന്റെ ബ്രില്യൻസ് ആണ്. ചിലപ്പോ അതിനായിരിക്കും ഈ സ്കിറ്റിന് മാർക്ക് വീഴുന്നത്. കാരണം മകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ, ഒപ്പം തന്നെ മകളുടെ കാര്യത്തിൽ ആകുലതയുള്ള ഒരു അമ്മ. ഇത് ഒരു അമ്മ 2 വേർഷനാണ് ചെയ്യുന്നത്. മകളുടെ കല്യാണം നടക്കണമല്ലോ, മകളുടെ ഇഷ്ടമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ ആകുലത ആവാം. ഇതിനെ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അനന്യയെ. അത് വളരെ വളരെ മനോഹരമായിട്ട് മോളത് പ്ലേ ചെയ്തു. നീറ്റായിട്ട്, ആരും ഓവർലാപ്പ് ഇല്ലാതെ വളരെ നീറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ എൻജോയ് ചെയ്തു മക്കളെ. ഗംഭീരമായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും നല്ലത് ഇതിൻ്റെ കണ്ടന്റ് തന്നെയാണ്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന് ഏക്കുന്ന ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ റീൽസ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് നിങ്ങൾ കളിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ സാധനമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെടുത്തിരിക്കുന്ന അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം റീൽസിലൂടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണല്ലോ. അതിൽ ഒരു സാധനം എൻ്റെ പറഞ്ഞത് വളരെ ഗംഭീരമാണ്. ക്രിസ്മസിൻ്റെ സ്റ്റാർ പോലെയാണ് ഈ സെലിബ്രേറ്റ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരാൾ വന്നിട്ട് അയാളെ അടുത്തിട്ട് അടുത്ത ആൾ ചാടിക്കയറുകയാണ് അവിടെ. അത് കറക്റ്റ് കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മെസ്സേജും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും ഗംഭീരമായിരുന്നു. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. അനന്യ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനന്യ ഇവിടെ വന്നതിന് ശേഷം
ആ വന്ന് ആദ്യം കളിച്ചതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. കാര്യം ഈ നിൽക്കുന്ന 2 കുട്ടികളുടെ ഒപ്പം പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ആയി. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഈ കമന്റിനനുസരിച്ചുള്ളൊരു മാർക്ക് കൊടുക്കണം. മണിക്കുട്ടനല്ല ഇപ്പോഴത്തെ ഈ ജെന്നും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേര് അവൻ തന്നെ. നമ്മളൊക്കെ ഒരു പഴയ ജെന്നാക്കി ഈ എന്താ ജെൻസി ഒക്കെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഗ്രേഡുകളുണ്ടോ ഇതിന്? നമ്മള് മില്ലേനിയൽസിലായതുകൊണ്ട് എല്ലാത്തിലും പോകും. അപ്പൊ ഞാനൊക്കെ ഇസഡിലായിരിക്കും അല്ലേ? ആ ലിസ്റ്റിലില്ലെന്ന്. മണിക്കൂട്ടാ ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു 16,000 രൂപ. 16,000 രൂപ. ഓക്കെ. ഒട്ടും ഇഷ്ടപ്പെടാത്ത, അതായത് ഈ എന്താണ് റീൽസ് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടു പോയ ഒരാൾ 17,000 രൂപ തരും. 33,000 രൂപ രണ്ടുപേരോട് ചേർന്നിട്ട് ബിജുക്കുട്ടാണ കൊടുക്ക്. ബാക്കി ഞാൻ ഇട്ട് റീൽസ് ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. പിടിച്ചോ. ടോട്ടൽ 70,000 രൂപ. ഹായ്. അടിപൊളി. അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടെ അടിപൊളിയാക്കി 75 ഒന്നും ഒക്കെ പിടിക്കാം. ഓക്കെ, ടാറ്റാ. ശരി. ഓക്കെ, ബൈ. നമുക്കൊന്ന് കാണാം. എനിക്ക് റീച്ച് കൂട്ടാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റങ്ങളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഗായ്സ്, നമുക്ക് വീട്ടിൽ പോകണം. നന്നായിട്ട് ചിരിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓരോ ദിവസവും സ്കിറ്റിന്റെ ഒരു വെറൈറ്റി നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നു. ഇങ്ങനൊരു വളർന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു ഷോയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളെല്ലാവരും ആ ഒരു സമാധാനം, കാര്യം വന്നിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സ്കിറ്റ് കണ്ടെന്ന മനസ്സറിഞ്ഞ് ചിരിക്കുന്ന സന്തോഷത്തിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുക പറഞ്ഞത് ആ പ്രോഗ്രാമിലായിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അത് എന്നെ പോലെ നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. എന്നാൽ സമാധാനമായിട്ട് ഉറങ്ങാം. പീച്ചിക്കാരും പോയി നന്നായിട്ട് ഉറങ്ങട്ടെ. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു. 2ാമത്തെ തവണയാണ് അവർ, 3ാമത്തെ തവണയാണ് വരുന്നത് അല്ലേ? നല്ലൊരു ഉഷാർ കൈഡ് നിങ്ങൾക്ക് തന്നെ. നമുക്ക് ഉഷാറായിട്ട് ഫ്രഷ് ആയിട്ട് ഇതിൽ കൂടുതൽ സ്കിറ്റുകളും ഇതിൽ കൂടുതൽ ചിരികളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.